Hi students, അപ്പോൾ നമ്മൾ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ നമ്മളെ പ്രോബ്ലം? ദ ഹൈപ്പർട്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1/2 മീറ്റർ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഹൈപ്പർട്യൂസ് 1.5 മീറ്റർ ആണ്. ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ് ഈസ് 1/2 മീറ്റർ. മറ്റേ ഒരു സൈഡ് തന്നിട്ടുണ്ട് 1/2 മീറ്റർ ആണ്. അപ്പൊ ഹൈപ്പർട്യൂസും തന്നിട്ടുണ്ട്, വേറൊരു സൈഡും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. നമുക്ക് അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. അപ് ടു എ സെന്റിമീറ്റർ. അപ്പൊ അപ് ടു എ സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുക. എന്താണ്? ഒരു മട്ടത്രികോണത്തിന്റെ കർണം ഹൈപ്പർട്യൂസ് 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. ഓക്കെ, അതിന്റെ ചുറ്റളവ് ദാറ്റ് മീൻസ് പെരിമീറ്റർ സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ ആദ്യം നമുക്ക് ഡ്രോ ചെയ്യാം. ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കർണത്തിന്റെ അളവ് അഥവാ ഹൈപ്പർട്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാ ഹൈപ്പർട്യൂസ് തന്നത്? 1.5 മീറ്റർ. ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു വശം 1/2 മീറ്റർ ആണ്, വേറൊരു സൈഡ് 1/2 മീറ്റർ ആണ്. നമുക്ക് ഇതോ അല്ലെങ്കിൽ ഇതോ ആക്കിയിട്ട് എടുക്കാം. അപ്പം 1/2 മീറ്റർ നമ്മളിപ്പം ഇവിടെ 0.5 മീറ്റർ എഴുതി. ഇനി നമുക്ക് ഈ സൈഡും കൂടെ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് ഫൈൻഡ് ചെയ്യാം. എന്ത് വരും? നമുക്ക് ഈ ഒരു സൈഡ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈപ്പർട്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ഇതിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യാം? ഹൈപ്പർട്യൂസ് കാണാനാണെങ്കിൽ മറ്റേ 2 സൈഡിന്റെയും സ്ക്വയർ ആഡ് ആണ് ചെയ്യുക. ഇനി ഹൈപ്പർട്യൂസ് അല്ല വേറെ 2 സൈഡുമാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പർട്യൂസ് എന്ന് സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1.5 സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ. ഹൈപ്പർട്യൂസ് ആയിരിക്കും നമ്മളെ എപ്പോഴും വലിയ സൈഡ് അല്ലേ. ഇവിടെ അല്ലേ റൈറ്റ് ആംഗിൾ വരുന്നത്. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളെ ഹൈപ്പർട്യൂസ്. ഇനി എന്താ 1.5 സ്ക്വയർ? 1.5 into 5. 5 into 5 25. 1 5s are 5. 5ലോട്ട് 2 ആഡ് ചെയ്യുമ്പം 7. then 1 5s are 5. 1 1s are 1. അപ്പം 5. then 7 plus 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 12. then 2. അപ്പൊ എന്ത് കിട്ടി? 2.25 അല്ലേ. 2.25 ആണ് എന്ന് കിട്ടി. 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.25 മൈനസ് എന്താ 0.5 സ്ക്വയർ? 0.5 into 0.5. 5 5s are 25. 5 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി. then 0 5s are 0. ഈ 2 ഇങ്ങോട്ട് എഴുതുക. 0 0. അപ്പൊ എന്ത് കിട്ടി? 0 0 2 5 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ നോക്ക, ഇവിടെ പോയിന്റ് 2 നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഇവിടെ ബാക്കിൽ നിന്ന് 2 നമ്പേഴ്സ് 0.25. അപ്പൊ 2.25ൽ നിന്നും 0.25 പോകുമ്പം എത്ര വരും? 2.25ൽ നിന്നും 0.25 പോയാൽ ബാക്കി അവിടെ 2 അല്ലേ ഉണ്ടാവുക. യെസ്, അപ്പം നമുക്ക് 2.25ൽ നിന്നും 0.25 പോയപ്പം 2 കിട്ടി. അപ്പൊ നമ്മളെ ഇതെന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? അഥവാ മറ്റൊരു സൈഡ് √2 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ √2 എന്ന് കിട്ടി. ഓക്കെ, √2. അപ്പൊ 2 സൈഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. മറ്റേ സൈഡ് നമ്മൾ ബൈ പൈതഗോറസ് തിയറം ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ചുറ്റളവ് അഥവാ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണണം. എല്ലാ സൈഡ്സും കിട്ടിയാൽ ഇനി നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്തൂടെ? യെസ്, എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. സോ പെരിമീറ്റർ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 0.5 പ്ലസ് √2. അപ്പം √2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. √2ന്റെ വാല്യൂ നമുക്കറിയാം 1.41. 2 അപ് ടു എ സെന്റിമീറ്റർ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ എടുക്കുക. അപ്പം 1.5 പ്ലസ് 0.5 പ്ലസ് then 1.41. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ആഡ് ചെയ്താൽ നമ്മളെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. 1.5 പ്ലസ് 0.5 പ്ലസ് 1.41 എന്ത് വരും? 1. then 5 plus 5 എന്ന് പറയുമ്പം 10. 10ലോട്ട് 4 ആഡ് ചെയ്യുമ്പം 14. 1.
3.41. അപ്പൊ നമ്മളെ പെരിമീറ്റർ എന്ത് കിട്ടി? 3.41 മീറ്റർ ആണ് കിട്ടി. ക്ലിയർ? സിമ്പിൾ ആണല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ തന്നത് എന്താ? ഹൈപ്പട്ന്യൂസും തന്നിട്ടുണ്ട്, വേറൊരു സൈഡും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണ് അപ് ടു എ സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ ആദ്യം നമുക്ക് ബാക്കിയുള്ള ഒരു സൈഡും കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മളെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സൈഡ് ഫൈൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് √2 കിട്ടി അല്ലേ? √2 കിട്ടി. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ എല്ലാ സൈഡ്സും ഇല്ലേ? ഇനി എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചുറ്റളവ് പെരിമീറ്റർ കിട്ടും. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 0.5 പ്ലസ് √2. എന്നിട്ട് നമ്മൾ √2ന്റെ വാല്യൂ ആയ 1.41, കാരണം നമ്മൾ എന്താ അപ് ടു സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് എടുത്തത്. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ കൂടെ ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 3.41 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മളെ പെരിമീറ്റർ എന്താ? 3.41 മീറ്റർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് 2 സൈഡ് തന്നാൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് 3rd സൈഡ് കാണാൻ പറ്റും. അപ്പൊ എല്ലാ സൈഡ്സും കിട്ടിയാൽ നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, then moving to next question. Then what is the next question? The picture below shows an equilateral triangle. Equilateral triangle എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ള ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. Cut into 2 triangles along a line through the middle. അപ്പം ഒരു സമഭുജ ത്രികോണാണ് ഇവിടെ തന്നത്. എല്ലാ ദശങ്ങളും ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പം ഇവിടെ എന്താ? നമ്മൾ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തു, 2ആയിട്ട് മുറിച്ചു. അപ്പൊ എന്താണ്? ഇതാണ് നമുക്ക് കിട്ടിയ പിക്ചർ. ഇതാണ് നമ്മളെ ഇക്വിലാറ്ററൽ ട്രയാങ്കിള്. ഇതിനെ നമ്മൾ നടുവിൽ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ ഇവിടെയും 2 മീറ്റർ, ഇവിടെയും 2 മീറ്റർ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇവിടെയും 2 മീറ്റർ അല്ലേ ഉണ്ടാവുക? യെസ്. അപ്പൊ ഇവിടെയും 2 മീറ്റർ, ഇവിടെയും 2 മീറ്റർ, ഇവിടെയും 2 മീറ്റർ. ഇനി നമ്മൾ ഇവിടെ ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്തപ്പം ഈ സൈഡ് മാറുന്നില്ല, ഈ സൈഡ് മാറുന്നില്ല. എന്താ മാറുന്നേ? ഈ ഒരു സൈഡ് അല്ലെ, ഈ സൈഡ് ഹാഫ് ആയിട്ട് പോയി. അപ്പൊ ഇവിടെ ടോട്ടൽ 2 മീറ്റർ ആണെങ്കിൽ ഹാഫ് ആവുമ്പം എന്താവും? ഈ 2 ട്രയാങ്കിൾ, ഇവിടെ 1ഉം ഇവിടെ 1ഉം ആയിരിക്കൂലേ? അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ എങ്ങനെ കിട്ടി? ഇവിടെ 1 മീറ്ററും ഇവിടെ 2 മീറ്ററും. മറ്റേ ട്രയാങ്കിൾ എങ്ങനെ കിട്ടി? അതുപോലെ തന്നെ ഇവിടെ 2 മീറ്ററും ഇവിടെ നമ്മൾ കട്ട് ചെയ്തതായിരുന്നു, ഇവിടെ 1 മീറ്ററും. അപ്പൊ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ 2 എണ്ണം ആക്കിയിട്ട് മുറിച്ചു. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ വൺ ഓഫ് ദിസ്? അപ്പൊ ഒന്നിന്റെ പെരിമീറ്റർ, ഒന്നിന്റെ കിട്ടിയ മറ്റു 2 സെയിം തന്നെയാണ് അല്ലെ? അപ്പം അതിന്റെ പെരിമീറ്റർ എന്താണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ, അഥവാ ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യൂലേ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ ആകെ 2 സൈഡ് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ 3ാമത്തെ സൈഡ് കണ്ടിട്ട് വേണം നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെയാണ് നമ്മളെ റൈറ്റ് ആംഗിൾ വരുന്നത് അല്ലെ? ഇതാണ് നമ്മളെ റൈറ്റ് ആംഗിൾ. അപ്പൊ നമ്മളെ ഹൈപ്പട്ന്യൂസ് ഇതല്ലേ? യെസ്. അപ്പം ഹൈപ്പട്ന്യൂസ് അല്ല കാണേണ്ടത്, മറ്റേ ഒരു വശമാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഹൈപ്പട്ന്യൂസ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അപ്പം ഹൈപ്പട്ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ 2² മൈനസ് 1². അതാണ് ഹൈപ്പട്ന്യൂസ് തന്നിട്ടുണ്ട്. മറ്റേ വശം കാണാൻ നമ്മൾ റൂട്ടും കൊടുക്കണം അല്ലെ? അപ്പൊ √4 - 1 വിച്ച് ഈസ് ഈക്വൽ ടു √3 അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 4, 4 1 പോയാൽ എന്താ? 3. അപ്പൊ ഇവിടെ നമുക്ക് √3 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ √3 കിട്ടിയില്ലേ? ഇനി നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്തൂടെ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. 1 മീറ്റർ പ്ലസ് 2 മീറ്റർ പ്ലസ് √3 മീറ്റർ. 1 + 2 + √3. എന്താ 1 + 2? 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 + √3. ഇനി √3ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ? യെസ്. അപ്പൊ 3 പ്ലസ് എന്താ √3ന്റെ വാല്യൂ? 1.732 അല്ലെ? 1.732. അപ്പൊ 3 1.732 ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? 4.732. അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4.732 ആണ്. 4.732 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ പെരിമീറ്റർ കിട്ടി 4.732 മീറ്റർ. Then
What is the next question? How much it is less than that the perimeter of the whole triangle? ആ കംപ്ലീറ്റ് മുറിക്കാതെ നമ്മൾ കട്ട് ചെയ്യാതെ ആ ഒരു കംപ്ലീറ്റ് ട്രയാങ്കിളിന്റെ ഹോൾ അതിന്റെ പെരിമീറ്റർ, ആ കംപ്ലീറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററും നമ്മൾ കട്ട് ചെയ്ത ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പൊ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? കട്ട് ചെയ്യാത്ത ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അതിന്റെ പെരിമീറ്റർ എന്താ? 2 മീറ്റർ പ്ലസ് 2 മീറ്റർ പ്ലസ് 2 മീറ്റർ. എന്താ കട്ട് ചെയ്യാത്ത വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 6 മീറ്റർ അല്ലേ. വലിയ ട്രയാങ്കിൾ കട്ട് ചെയ്യാത്തതിന്റെ 6 മീറ്റർ ആണ്. ഇനി കട്ട് ചെയ്തതിന്റെ പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്താ? 4.732 മീറ്റർ. അപ്പം നമുക്ക് ഡിഫറൻസ് നമ്മളോട് ചോദിച്ചത് എത്രയാണ് ഹോൾ ട്രയാങ്കിളിനേക്കാളും കുറവ് എന്നാണ്. നമ്മൾ കട്ട് ചെയ്ത ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ് കുറവ് എന്നാണ് ചോദിച്ചത്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. കട്ട് ചെയ്യാത്തതിൻ്റെ 6 ആണ്, കട്ട് ചെയ്തതിന്റെ പെരിമീറ്റർ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 4.732. അപ്പൊ 4.732. ഇനി 6 മൈനസ് 4.732 ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും 6 4 പോയാൽ എന്താ? 6 4 പോയാൽ 2 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 2.732 ആണ്. അത് തെറ്റാണ്, അങ്ങനെയല്ല. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ 6ന് നമുക്ക് 6.000 എന്ന് എഴുതാം. നമ്മൾ അടുത്തത് 4.732 എന്ന് എഴുതാം. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 6നും പോയിന്റ് കഴിഞ്ഞിട്ട് 3 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ തെറ്റിക്കരുത്. 6 4 പോയാൽ 2 ആണ്. ഇതിന്റെ ആൻസർ 2.732 ആണ്. അത് എന്തായാലും നമ്മളെ ആൻസർ തെറ്റാണ്. ഇങ്ങനെ തന്നെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇവിടെ 5 ആവൂലേ, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. അപ്പൊ 10ന്ന് 2 പോയാൽ 8, 9ന്ന് 3 പോയാൽ എന്ത് വരും? 6. then 9ന്ന് 7 പോയാൽ 2, then 5ന്ന് 4 പോയാൽ 1. അപ്പൊ 1.268. അപ്പൊ നമ്മളെ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ 1.268 മീറ്റർ ആണ് ഡിഫറൻസ്. പെരിമീറ്റർ ഡിഫറൻസ് എത്രയാ? 1.268 മീറ്റർ. ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? 1.268. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളെ പെരിമീറ്റർ. ഫസ്റ്റ് ചോദിച്ചത് ഇതിന്റെ പെരിമീറ്റർ ആയിരുന്നു. അത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ആദ്യം വേറൊരു സൈഡ് കണ്ടിട്ട് വേണം പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 പെരിമീറ്ററും കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടു. ഓക്കെ, the next question. We have seen how we can go on drawing right triangles like this. നമ്മൾ ഇങ്ങനത്തെ റൈറ്റ് ട്രയാങ്കിൾസ് കണ്ടിട്ടുണ്ട് അല്ലെ. കുറെ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 1ഉം 1ഉം ആണെങ്കിൽ ഇവിടെ √2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി √2ഉം 1ഉം ആണെങ്കിൽ ഇവിടെ √3 ആണ്. ഇനി √3ഉം 1ഉം ആണെങ്കിൽ ഇവിടെ √4 ആണ് അല്ലെ. ഇനി √4ഉം 1ഉം ആണെങ്കിൽ √5 ആണ്. ഇങ്ങനത്തെ ട്രയാങ്കിൾ നമുക്ക് ഓൾറെഡി അറിയാം. Then what is the question? What are the length of the sides of the 10th triangle in this pattern? Our 10th triangle sides എന്തായിരിക്കും? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സൈഡ് ഏതാ? 1 1 √2, 1 1 √2. ഇനി സെക്കൻഡ് ട്രയാങ്കിളിന്റെ സൈഡ് എന്താ? √1 √2 √3, 1 √2 √3. ഇനി തേർഡ് ട്രയാങ്കിളിന്റെ സൈഡ് എത്രയാ? 1 √3 √4, 1 √3 √4. ഇനി ഫോർത്ത് ട്രയാങ്കിളിന്റെ സൈഡ് ഏതൊക്കെയാ? 1 √4 √5, 1 √4 √5. അപ്പൊ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ ഇതിന്. ബട്ട് നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? 10th ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത്, 3 സൈഡ്സിന്റെയും ലെങ്ത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 10th ട്രയാങ്കിൾ വരണമെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ട്രയാങ്കിൾ 1 1 √2 ആണ്. സെക്കൻഡ് ട്രയാങ്കിൾ 1 √2 √3. ഫോർത്ത് ട്രയാങ്കിൾ നോക്കുക 1, എപ്പോഴും ഒരു സൈഡ് 1 ആയിരിക്കും. അപ്പൊ 10th ട്രയാങ്കിളിന്റെ നമുക്ക് ഒരു സൈഡ് 1. ഇനി അടുത്ത സെക്കൻഡ് നോക്കുക എന്താണ്? സെക്കൻഡ് ട്രയാങ്കിളിന്റെ സെക്കൻഡ് 1 √2 ആണ്, തേർഡ് ട്രയാങ്കിളിൽ √3 ആണ്, ഫോർത്ത് ട്രയാങ്കിളിൽ √4 ആണ്. അങ്ങനെയാണെങ്കിൽ 10th ട്രയാങ്കിൾ എന്തായിരിക്കും? √10 ആയിരിക്കും, √10. ഇനി
അടുത്തത് നോക്കുക, സെക്കൻഡ് ട്രയാങ്കിളിലെ റൂട്ട് 3 ആണ് അല്ലെ, അതിന്റെ 1 ആഡ് ചെയ്തു. അതുപോലെ തേർഡിലെ റൂട്ട് 4, ഫോർത്തില് റൂട്ട് 5. അങ്ങനെയാണെങ്കിൽ 10th എന്തായിരിക്കും, അതിന്ന് 1 ആഡ് ചെയ്യുക, റൂട്ട് 11. അപ്പൊ നമുക്ക് കിട്ടി ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മളെ 10th ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 1 റൂട്ട് 10 റൂട്ട് 11 ആയിരിക്കും. 1 റൂട്ട് 10 റൂട്ട് 11. ഓക്കെ, നമ്മൾ ആ പാറ്റേൺ നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, ഇനി എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th. നമ്മളെ 10ാമത്തെ ത്രികോണത്തിന്റെ സൈഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തിനേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? അപ്പൊ 9ാമത്തെ ത്രികോണത്തിന്റെ സൈഡ് എന്ത് വരും നമുക്ക് നോക്കാം. ഇത് 10ാമത്തേതാണ് അല്ലെ. ഇനി 9ാമത്തേത് എന്ത് വരും? 1. എപ്പോഴും 1 വരും. അടുത്തത് എന്താ, എത്രാമത്തേതാണോ അതിന്റെ റൂട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ റൂട്ട് 9. ഇനി അതിലോട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 10. അപ്പൊ 9ാമത്തിന്റെ സൈഡ്സ് 1ഉം റൂട്ട് 9ഉം റൂട്ട് 10ഉമാണ്. 10ാമത്തേത് 1ഉം റൂട്ട് 10ഉം റൂട്ട് 11ഉമാണ്. ബട്ട് നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതിന്റെ പെരിമീറ്ററിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പൊ 9ാമത്തേന്റെയും 10ാമത്തേന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് നോക്കാം. 10ാമത്തേത് 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11 വരും പെരിമീറ്റർ. 9ാമത്തതിന്റെ പെരിമീറ്റർ എന്ത് വരും? 1 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് 10. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടില്ലേ? യെസ്, 1ഉം റൂട്ട് 10ഉം റൂട്ട് 11. അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11. 9ാമത്തതിൻ്റെത് 1ഉം റൂട്ട് 9ഉം റൂട്ട് 10ഉമാണ്. പെരിമീറ്റർ എന്ത് വരും? 1 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് 10 അല്ലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കണ്ടാൽ നമ്മൾ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11 മൈനസ് 1 മൈനസ് റൂട്ട് 9 മൈനസ് റൂട്ട് 10. ഇനി നോക്കാം, ഒരുപോലത്തെ നമ്പേഴ്സ് ഉണ്ടോ ഡിഫറൻസ് സൈൻ ആയിട്ടുള്ളത്? യെസ്, 1ഉം 1ഉം ക്യാൻസൽ ചെയ്യാം. അതുപോലെ റൂട്ട് 10ഉം റൂട്ട് 10ഉം, ഒന്ന് പ്ലസ് ആണ് ഒന്ന് മൈനസ് ആണ്. ബാക്കി നമുക്ക് എന്താ ആൻസർ? റൂട്ട് 11 മൈനസ് റൂട്ട് 9. റൂട്ട് 9 വേണമെങ്കിൽ നമുക്ക് 3 എന്ന് കൊടുക്കാം. അപ്പൊ റൂട്ട് 11 മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് 11 മൈനസ് 3. അപ്പൊ ഇതാണ് നമ്മളെ ആൻസർ. റൂട്ട് 11ന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലെ. നമ്മൾ ആകെ പഠിച്ചത് റൂട്ട് 2ന്റെയും റൂട്ട് 3ന്റെയും. അപ്പൊ ഇതേപോലെ നിന്നോട്ടെ, റൂട്ട് 11 മൈനസ് റൂട്ട് 9 അല്ലെങ്കിൽ റൂട്ട് 11 മൈനസ് 3. ഓക്കെ, അപ്പൊ എത്രയാ ഡിഫറൻസ്? റൂട്ട് 11 മൈനസ് റൂട്ട് 9. അപ്പൊ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഇതിന്റെ പെരിമീറ്റർ, ഇതിന്റെ സൈഡ്സ്, 10th ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്തായിരിക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് 1 റൂട്ട് 10 റൂട്ട് 11. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 9ാമത്തെ ട്രയാങ്കിളിന്റെയും 10ാമത്തെ ട്രയാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ്. അപ്പൊ നമ്മൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്തു, ബാക്കി നമുക്ക് റൂട്ട് 11 മൈനസ് റൂട്ട് 9 എന്ന് കിട്ടി. Then what is the next question? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഹൈപ്പട്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഹൈപ്പട്ന്യൂസ്, പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പട്ന്യൂസ് അല്ലാത്ത മറ്റേ 2 സൈഡ്സിനുമാണ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. ഒന്ന് റൂട്ട് 2 സെന്റിമീറ്റർ ആണ്, ഒന്ന് റൂട്ട് 3 സെന്റിമീറ്റർ ആണ്. How much more is the sum of the perpendicular sides? That means ആ perpendicular sides രണ്ടും ആഡ് ചെയ്തത് നമ്മളെ ഹൈപ്പട്ന്യൂസിനേക്കാളും എത്ര കൂടുതലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ലംബവശങ്ങൾ റൂട്ട് 2 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് എന്താണ്? നമ്മളെ കർണം, ഹൈപ്പട്ന്യൂസ് അല്ലാത്ത പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എന്ത്? ലംബവശങ്ങൾ. അത് റൂട്ട് 2ഉം റൂട്ട് 3ഉം തന്നിട്ടുണ്ട്. മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? കർണം, ഹൈപ്പട്ന്യൂസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്. അപ്പൊ എത്ര കൂടുതൽ എന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം നമ്മളെ പിക്ചർ ഒന്ന് ഡ്രോ ചെയ്യാം. ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ. ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ റൈറ്റ് ട്രയാങ്കിളില് പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ തന്നിട്ടുണ്ട് റൂട്ട് 2. അപ്പൊ ഇതും റൂട്ട് 2 ആയിരിക്കും, ഇത് റൂട്ട് 3. റൂട്ട് 2ഉം റൂട്ട് 3ഉം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? കർണത്തിന്റെ നീളം, കർണമാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ, അഥവാ ഹൈപ്പട്ന്യൂസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്.
നമുക്ക് ഹൈപ്പർന്യൂസ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പഠിച്ച ഒരു കാര്യമാണ് എന്ത്? പൈതഗോറസ് തിയറം. അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇവിടെയാണ് റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഹൈപ്പർന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലെ? അപ്പൊ √2 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അത് പോവും, നമ്പേഴ്സ് മാത്രമാവും. 2 + 3. അപ്പൊ ഹൈപ്പർന്യൂസ് സ്ക്വയർ 2 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർന്യൂസ് എന്തായിരിക്കും? സ്ക്വയർ ആ സൈഡിലോട്ട് പോകുമ്പം റൂട്ട് ആവും. ഹൈപ്പർന്യൂസ് എന്ന് പറഞ്ഞാൽ √5. അപ്പൊ നമുക്ക് കിട്ടി ഹൈപ്പർന്യൂസ് √5. കർണ എന്ത് കിട്ടി? കർണത്തിന്റെ നീളം √5 കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പർന്യൂസ്? ദാറ്റ് മീൻസ് ലംബവശങ്ങൾ കൂട്ടുക. √3ഉം √2ഉം കൂട്ടുക. അത് √5നേക്കാളും എത്ര കൂടുതലാണ്? കർണത്തിനേക്കാളും അഥവാ ഹൈപ്പർന്യൂസിനേക്കാളും എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെ വരും? സെക്കൻഡ് വണ്ണിന്റെ ആൻസർ √3 + √2 - √5. എത്ര കൂടുതലാണ് എന്ന് അറിയാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? അത് തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ കാണുക. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ്സ് നമ്മളെ ലംബവശങ്ങളാണ് √3 + √2. അതിന്റെ തുക √3 + √2 കിട്ടി. അത് നമ്മളെ ഹൈപ്പർന്യൂസ് കർണത്തിനേക്കാളും എത്രയാണ് കൂടുതലാണ് ചോദിച്ചത്. ഇനി √3ഉം √2ഉം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വിചാരിക്കും √5 ആണ് ഇത് എന്ന്. അല്ല, √3ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, √2ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താ √3? 1.732 പ്ലസ് എന്താ √2ന്റെ വാല്യൂ? 1.414 മൈനസ് √5. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 + 2 6, 1 + 3 4, 4 + 7 11. അപ്പൊ നമുക്ക് 3.146 എന്ന് കിട്ടി അല്ലെ? 3.146 മൈനസ് √5. 3.146 മൈനസ് √5. √5ന്റെ വാല്യൂ നമുക്കറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ വെച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങളും നമ്മളെ കർണം ഹൈപ്പർന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്തു? നമ്മൾ 1.732 പ്ലസ് 1.414 ആഡ് ചെയ്തു. √3ന്റെയും √2ന്റെയും 3ന്റെയും വാല്യൂസ്. അപ്പൊ 4 + 2 6, 3 + 1 4, 7 + 4 8 9 10 11 അല്ലെ? 11 1. അപ്പൊ 3.146 കിട്ടി. 3.146 മൈനസ് √5. അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡ് ഹൈപ്പർന്യൂസ് കാണാനായിരുന്നു. അത് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് √5 കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മളെ ലംബവശങ്ങള് പെർപെൻഡിക്കുലർ സൈഡ്സ് ആഡ് ചെയ്തിട്ട് അത് നമ്മളെ ഹൈപ്പർന്യൂസിനെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ചോദിച്ചത്. അത് നമുക്ക് 3.146 മൈനസ് √5 എന്ന് കിട്ടി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ? ഒന്നുമില്ല. നമ്മൾ എന്താണ്, നമ്മൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നും അല്ലെ? പക്ഷെ നമ്മൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ √2ന്റെയും √3ന്റെയും വാല്യൂസ് പഠിക്കുക. അതുപോലെ പൈതഗോറസ് തിയറം നന്നായിട്ട് പഠിക്കുക. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നമുക്ക് എന്താ ചെയ്യാം? ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം പൈതഗോറസ് തിയറം നന്നായിട്ട് പഠിക്കുക, √2ന്റെ വാല്യൂ പഠിക്കുക, √3ന്റെ വാല്യൂ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, നമ്മൾ റൂട്ടുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്തത് സബ്ട്രാക്ട് ചെയ്തത്, ഏത് √2ഉം √3ഉം വരുമ്പോൾ മാത്രമുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ എന്തായാലും എന്താണ് നല്ല സിമ്പിൾ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ നമ്മളെ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ, ഈ നമ്മൾ ക്ലാസ്സിലെടുത്ത ഈ കാര്യങ്ങൾ പഠിക്കുക. √2ന്റെ വാല്യൂസ് എങ്ങനെ വന്നത് എന്നൊക്കെ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി നമ്മളെ √2ന്റെ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് വന്നത്. ബട്ട് എന്താണ് അത് അതിന്റെ വാല്യൂസ് എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ പൈതഗോറസ് തിയറം, പിന്നെ ഇതിന്റെ പ്രോബ്ലംസും നന്നായിട്ട് നോക്കുക. അപ്പൊ ഇത്രയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചാപ്റ്റർ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ, താങ്ക് യു.